ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമെന്ന് സംശയം പ്രകടിപ്പിച്ചു ഹൈക്കോടതി. ശ്രീകോവിലിന്റെ വാതിൽ, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയുടെ പകർപ്പുകൾ നിർമ്മിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നിരീക്ഷണം. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ വാതിലിനെ പറ്റി അന്വേഷിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികളുടെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിലെത്തിച്ച് വൻവിലയ്ക്ക് വിൽക്കാനായിരുന്നോ ശ്രമമെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. ആസൂത്രിതമായ പദ്ധതി അനുസരിച്ചായിരുന്നു സ്വർണ്ണപ്പാളികളുടെ പകർപ്പെടുത്തത്. കുപ്രസിദ്ധ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി ഇതിന് സാമ്യമുണ്ടെന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു. വിജയ് മല്യ നൽകിയ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയും കടത്തിയോ എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയ ശേഷം വിജയ് മല്യ സ്വർണം പൂശിയ വാതിൽപ്പാളി കണ്ടെത്തിയത് അഷ്ടാഭിഷേകം കൗണ്ടറിന് സമീപത്തു നിന്നാണ്. ഇത് പിന്നീട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൊതിഞ്ഞു കൊണ്ടുവന്ന് സ്ഥാപിച്ചത് യഥാർത്ഥ വാതിൽപ്പാളികൾ തന്നെയാണോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പരിശോധിച്ച കോടതി എല്ലാം ക്രമരഹിതമാണെന്ന് കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യം SIT പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.